റീന, ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്. ഓക്കെ സിസ്റ്റർ? സർ. ശരി സർ. ഇനി കൂടിയ കുറച്ച് ദിവസം, ഇല്ലെങ്കിൽ ഇന്ന്. ഇപ്പോ എന്തായാലടാ നീ കുട്ടികളെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുകയെന്ന് കേട്ടു. കോർപ്പറേറ്റ് വെൽത്ത്, പ്ലാറ്റിനം കാർഡ്സ്, ഇതിനൊക്കെ അപ്പുറം ഒരു സാധനമുണ്ട് മോനെ. ലൈഫ്. ജീവിക്കടാ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത് സ്വയം സന്തോഷിച്ച്. എൻ്റെ EMI മുഴുവൻ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. അങ്ങനെ ഒരു പണി അമ്മാർക്കിട്ട് കൊടുത്തിട്ടാ ഞാൻ പോണേ. സോളമൻ എൻ്റെ അനിയനാടാ. നിനക്കറിയില്ല അവനെ? സോനു. അന്ന് വളരെ ചെറുതായിരുന്നില്ല ഞാൻ. നീ ആ സ്വിച്ച് കണ്ടോ? അത് ഓഫ് ചെയ്യാൻ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും വേണമെന്നാ. നീ അവനോടൊന്ന് വരാൻ പറഞ്ഞേടാ. നീ കഴുതയിൽ നിന്നും പുലിയിലേക്ക് പ്രമോഷൻ ആയല്ലേടാ. പുലി. നിന്റെ ഈ ചിരി മതി അതിനാ ഒരു സ്റ്റൈല്. സോളമൻ അവൻ വല്ലാതെ അതിര് കടന്നു അല്ലേടാ. ഞാനാ അവനെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ചത്. ക്ഷമിക്കടാ. നോക്കണേടാ അവന്. ഗാന്ധി അവൻ്റെ അടുത്ത് ഗാന്ധിയും ഭഗത്ത് അവൻ്റെ അടുത്ത് ഭഗത്തും ആവണം. നീ പോയിക്കോ. എനിക്ക് ഉറക്കം വരണു. നീ പോകുന്നത് എനിക്ക് കാണണ്ട. ഞാൻ പോകുന്നത് നീയും. സിൽക്ക് അടിച്ചിട്ട് പോടാ.
നിങ്ങൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയണ്ട. ഇപ്രാവശ്യം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാർ സാർ തലവേദനയല്ലോ ഇത്. சார் நான் ஒன்று சொல்லட்டா? ആ ചൊല്ലിക്കോ ചൊല്ലിക്കോ, എന്ത് വേണമെങ്കിലും ചൊല്ലിക്കോ. நம்ம பிஹெச்டி படித்தேங்கிற காரணத்துக்காக இந்த காலேஜுக்கு ஏ கிரேட் வரணும்னு நினைக்காதீங்க. ஏன்னா நாக்குக்கு ஸ்ட்ரிக்டான க்ரைட்டீரியாஸ் இருக்குது. அதான் நமக்கு தெரியுமே. തെരിയും തെരിയും. എ ഗ്രേഡ് ഒന്നും വേണ്ട, വല്ല ബിയോ സിയോ ഡിയോ ഒക്കെ. ഇനി പഴയ പോലെ ക്ലാസ് പോയി പഠിപ്പിക്കാനൊന്നും വയ്യ. എക്സ്പീരിയൻസ് ഉള്ള കുറെ ആൾക്കാരില്ലേ, നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ. അല്ല சார் எக்ஸ்பீரியன்ஸுக்கு இங்கே வேலையே இல்லை. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ ക്ലാസ്സിന് പോവാണ്. ഒരു PhD കാരനും ഒരു നാച്ചുറോപ്പതിക്കാരനും. சார் நமக்கு இப்போ தேவை ஸ்ட்ரீட்டு ஸ்மார்ட்டான ஒரு ஆள். நம்ம வேத் சார் மாதிரி. വേദോ? അയാൾ ഈടെ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. പിന്നെ ക്ലാസ് ആവറേജ് ഉണ്ടാക്കുന്നുണ്ട്, അത് മാത്രം വിശ്വസിച്ചിട്ട് എങ്ങനെയാ? ക്ലാസ് ആവറേജ് മാത്രമല്ലല്ലോ സർ ക്രൈറ്റീരിയ. സ്റ്റുഡൻറ് മെൻറ്റർഷിപ്പ്, ഫീഡ്ബാക്ക്, ഇൻഫ്രാസ്ട്രക്ചർ, സ്ലോ ലേണേഴ്സ് എൻഹാൻസ്മെൻറ്റ്, എന്തെല്ലാം കാര്യങ്ങൾ. ശ്രുതി തിരിച്ചു വന്നിട്ട് സ്റ്റുഡൻറ് മെൻറ്റർഷിപ്പ് ഇൻചാർജ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. அதுதான் அதே தான் சார். நான் என்ன சொல்ல வரேன்னா, நம்ம வேத் சாருக்கு சார்ஜ் கொடுக்கலாம், நம்ம எல்லாரும் பின்னாடி நின்று சப்போர்ட் பண்ணலாம், அவ்வளோதான். പറയാനൊക്കെ എളുപ്പാ, പക്ഷെ ആ ചെയർമാനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഓർക്കുമ്പോഴാ. அதை பற்றி நீங்கள் கவலைப்படாதீங்க சார், நான் பேசி சரி பண்ணுறேன். ശരി പണിയാ, നിങ്ങൾക്കൊക്കെ കൊള്ളാം. சார் கேட் இந்த பக்கம். ഞാൻ വേറെ വയ്ക്കുക. சார் സാർ എന്നാ ഇത്? സാർ, ഇപ്പോഴത്തെ പിള്ളേർ കാണുന്ന ഓരോ സാധനങ്ങൾ നോക്ക് സാറേ. ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ കാര്യങ്ങൾ. സാർ, virginity is not a dignity. It's only lack of opportunity. Got it? ഇപ്പൊ ആരോടാ ഈ പറയുന്നു? പോയി ഉപദേശിക്കും. தம்பி, இந்த வயசில் இந்த மாதிரி வீடியோஸ் பார்க்குறதுல ஒன்றும் தப்பே இல்லை. ஆனால் நீ செஞ்ச தப்பு என்ன தெரியுமா? இது காலேஜ், இங்கே வந்து இந்த மாதிரி வீடியோஸ்லாம் பார்க்குறது ரொம்ப தப்பு. ஆனால் நீ என்ன நினைக்கிற, வீட்டில் போய் பார்க்கலாமேன்னு நினைக்கிற. இங்கேயாவது ஜோசப் சார் உன்னை பிடிச்சாரு, ஆனால் வீட்டில் அப்பா அம்மா உன்னை பிடிச்சாங்கன்னா உன் மானமே போயிடும். அப்புறம் தம்பி, இந்த மாதிரி வீடியோஸை பார்த்து பார்த்து ஹைலி இமேஜின் பண்ணியிருப்பேன். அதெல்லாம் கல்யாணத்துக்கு பிறகு வேஸ்ட் ஆயிரும். அதனால் படிப்பை மட்டும் கவனி. சரி சார். இப்போ கிளாஸுக்கு போ, அதை டெலீட் பண்ணிடணும். ഓക്കെ സാർ. போ. ഏയ് മിസ്റ്റർ വേദ്, തന്റെ ക്ലാസ് ആവറേജ് മാജിക്കിൽ ഇംപ്രസ്ഡ് ആയിട്ട് ചെയർമാൻ നാക്കിന്റെ വർക്ക് കൂടി തനിക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. നാക്കോ? ഈ നാക്കല്ലടോ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അതായത് തന്റെ ഭാഷയിൽ പറഞ്ഞ കോളേജിന് മാർക്ക് ഇടുന്ന മാഷ്. സാറും അങ്ങ് സിമ്പിൾ ആയി പോയല്ലോ. എന്താ ചെയ്യ? അതെ, ഇതാ താൻ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ. പ്രിൻസിപ്പാളിനെ മാറ്റാൻ എന്താ ശുഷ്കാന്തി? ഇതടുത്ത വിഷുവിനുള്ളതല്ല, ഇപ്പൊ ശരിയാക്കി പെട്ടെന്ന് ചെയ്യടോ ബോർഡ് മെമ്പറെ. ഗുഡ് മോർണിംഗ് സാർ. സാർ വരൂ, ഒരു കാര്യം ചോദിക്കണേ, വരൂ. സാറേ, ഈ ലേറ്റായി വരുന്ന പരിപാടി സ്ഥിരമാക്കാൻ തീരുമാനിച്ചോ? എന്റെ സാറേ, ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. പിന്നെ ഇന്നലെ ശിവരാത്രി ആയിരുന്നല്ല. അച്ഛന്റെ ആത്മാവിന് സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ ആലുവ ശിവരാത്രി മണപ്പുറം വരെ ഒന്ന് പോയി. എന്നിട്ട് സന്തോഷം കിട്ടിയോ? എവിടാ, എമ്മാതിരി തിക്കും തിരക്കുവാണ് അവിടെ. ആ തിക്കും തിരക്കിലും പെട്ടും മനുഷ്യൻ വട്ടം തിരിഞ്ഞു പോയി. അതോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ വഴിക്ക് പോകണില്ല. അടുത്ത വർഷം മുതൽ ഞാൻ എന്റെ മക്കളെ വിട്ട് ജയിക്കാനുള്ള പരിപാടിയാ. അതിനുള്ള സൗകര്യം ഞാൻ ചെയ്തുതരാം. താങ്ക് യു സാർ.
അതിന്റെ അർത്ഥം സാറിന് തട്ടുന്നല്ലേ? അതെ. ഞാൻ നേരത്തെ വന്നോളാം സാർ, ഇനി തുടങ്ങി. പൊക്കോട്ടെ. ബ്ലാഡി ഫൂൾ.